ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കഴിഞ്ഞു പോയ സീരിയൽ, അതായത് ഏതോ ജന്മകൽപ്പനയിൽ പെട്ടെന്നൊന്ന് നിർത്തായിരുന്നു അല്ലേ. അപ്പോൾ അതിൻ്റെ ഹിന്ദി വേർഷൻ്റെ ബാക്കി ഭാഗം പറയാനായിട്ട് ഒത്തിരി പേര് പറഞ്ഞിരുന്നു. അന്ന് എനിക്ക് ഇടാൻ സാധിച്ചില്ല, കാരണം ഇട്ട് കഴിഞ്ഞാൽ ഇനി ഇഷ്യൂ ആകോ ഇല്ലയോ എന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ അതൊക്കെ അന്വേഷിച്ചിട്ട് മാത്രം തന്നെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പക്ഷേ ഞാൻ ഇടുന്നുണ്ട്. ഇടുമ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഇത് തുടർന്ന് ഇടത്തുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഇവരുടെ വിവാഹശേഷമുള്ള അടുത്ത എപ്പിസോഡ് ഞാനിപ്പോൾ ഈ റിവ്യൂവിൽ പറയാൻ പോണത്. ഹിന്ദിയിലും ഇങ്ങനെ തന്നെയാണ്. പ്രമീളക്ക് ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. വിവാഹത്തിൻ്റെ മുഹൂർത്ത സമയത്ത് അശ്വിൻ ഇങ്ങനെ കാണാതെ ആവുന്നുണ്ട്. ശേഷം ശ്രുതി അശ്വിൻ വിവാഹം കഴിഞ്ഞുള്ള ഫസ്റ്റ് നൈറ്റും കാര്യങ്ങളും. അങ്ങനെ ഫസ്റ്റ് നൈറ്റാണ് ഞാൻ പറയാൻ പോണത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. അങ്ങനെ ശ്രുതിയും അശ്വിൻ്റെ ഫസ്റ്റ് നൈറ്റാണ്. പക്ഷേ ഹിന്ദിയിലൊരു വ്യത്യാസമുണ്ട്. ഇവരുടെ ആ ഒരു സമയത്താണ് ഷാമിൻ്റെ കള്ളത്തരങ്ങളും ആ ഇങ്ങനെ ഹൈഡ് വെച്ചിങ്ങനെ ക്യാമറയിലെ സംഭവങ്ങളൊക്കെ കാണുന്നത് കേട്ടോ അശ്വിൻ. അതിനുശേഷമാണ് ഷാമിനെ അടിച്ച് പുറത്താക്കുന്ന ഭാഗം. അപ്പോൾ അങ്ങനത്തെ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ അശ്വിൻ്റെയും ശ്രുതിയുടെ ഫസ്റ്റ് നൈറ്റും കാര്യങ്ങളൊന്നും അതിൽ കാണിക്കുന്നില്ല. അതായത് നടന്നിട്ടില്ല. അത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് നമ്മുടെ അശ്വിൻ്റെ ബർത്ത്ഡേ. അപ്പോൾ പിറന്നാൾ ആ ഒരു ഭാഗം കേട്ടോ എപ്പിസോഡ് ഞാൻ പറയാൻ പോകണം. അപ്പോൾ അതായത് വിവാഹം കഴിഞ്ഞപ്പോൾ അടുത്ത എപ്പിസോഡ് തൊട്ടാണ് ഞാൻ പറയുന്നത്. അതായത് ശരിക്കും പറയുകയാണെങ്കിൽ ഏത് ജന്മകൽപ്പനയിൽ ഉണ്ടായിരുന്നെങ്കിൽ അടുത്ത എപ്പിസോഡ് തന്നെയാണ് ഞാൻ പറയാൻ പോണത്. അങ്ങനെ നമ്മുടെ അശ്വിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ മനോരമയും അതുപോലെ തന്നെ അഞ്ജലിയും മുത്തശ്ശിയൊക്കെ എന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ നിങ്ങൾ ഇവിടെ നിന്ന് സംസാരിക്കണമെന്ന് ശ്രുതി ചോദിക്കുമ്പോഴേക്കും മനോരമ പറയണ്ട, ഓഹോ അപ്പോൾ നിനക്കൊന്നും അറിയില്ലേ കീറസാരിക്കാരി, അതെ നാളെ കുഞ്ഞിൻ്റെ പിറന്നാളാണ് എന്ന് പറയാണ്. അശ്വിൻ സാറിൻ്റെ പിറന്നാളോ? അപ്പോൾ ആഘോഷങ്ങൾ വേണമല്ലോ, കേക്ക് കട്ട് ചെയ്യണം, തോരണങ്ങൾ തൂക്കണം, അതുപോലെ തന്നെ പുതിയ ഡ്രസ്സ് ഇടണം, എല്ലാവർക്കും പാട്ട് ഡാൻസ്, അങ്ങനെ ഒരുപാട് പരിപാടി വേണം, ഒരുപാട് കാര്യങ്ങൾ വേണം എന്നൊക്കെ പറയാട്ടെ ശ്രുതി. അപ്പോൾ തന്നെ അഞ്ജലി പറയണ്ട, ശ്രുതി അതൊന്നും വേണ്ട, അതൊന്നും കുഞ്ഞിന് ഇഷ്ടപ്പെടില്ല എന്ന് പറയണം. അഞ്ജലി ചേച്ചി എന്തൊക്കെയാണ് പറയണത്? പിറന്നാൾ ആഘോഷിക്കേണ്ടതുള്ളതല്ലേ, പിന്നെ എന്താ ചോദിക്കുമ്പോഴേക്കും അത് നിനക്കറിയാനട്ടാ കുഞ്ഞിന് അതൊന്നും ഇഷ്ടമല്ല ശ്രുതി എന്ന് പറയാണ്. അതെന്തുകൊണ്ട് ഇഷ്ടമല്ല? അവന് ആരുടെ പിറന്നാൾ ആഘോഷിക്കണത് ഇഷ്ടമല്ല, വിഷ് ചെയ്യണതും ഇഷ്ടമല്ല. അവൻ്റെ പിറന്നാളിന് അവന് ആരെങ്കിലും അവന് വിഷ് ചെയ്യണതും അവന് ഇഷ്ടമല്ല. ഇതുവരെ അവൻ്റെ ഓർമ്മയിൽ അവൻ പിറന്നാൾ ആഘോഷിച്ചിട്ടില്ല. ഹയ്യേ, ഇതെന്തൊരു മനുഷ്യനാണ് ചേച്ചി. പിറന്നാൾ എന്നൊക്കെ വെച്ചാൽ ആഘോഷിക്കേണ്ട ഒന്നല്ലേ, നമ്മൾ ജനിച്ച ദിവസം അതെപ്പോഴും ഓർമ്മയിൽ വെക്കേണ്ട ദിവസമല്ലേ. ഞാൻ ആരെന്തൊക്കെ പറഞ്ഞാലും ഈ പിറന്നാൾ ഞാൻ ആഘോഷിക്കും എന്ന് ശ്രുതി പറയണം. മനോരമ പറയണ്ടേ, എങ്കിൽ നിനക്കിട്ട് കിട്ടും, നിനക്കറിയാൻ പാടില്ല. കഴിഞ്ഞ വർഷം ഇവൻ്റെ പിറന്നാളിന് ഇവൻ്റെ എം ഡി എന്ന് വെച്ചാൽ ഇവനെ വേറൊരു കമ്പനിയിലെ എം ഡി അശ്വിനെ പിറന്നാൾ വിഷസ് പറഞ്ഞയച്ചു. വിഷസായി പറഞ്ഞപ്പോഴേക്കും അശ്വിനെ അയാൾ എന്താ ചെയ്തെന്നറിയാമോ? അയാളെ ഡിസ്മിസ് ചെയ്തു കമ്പനിയിൽ നിന്ന്. അങ്ങനത്തെ ആളാണ് ഈ അശ്വിൻ എന്ന് പറയാണ്. അപ്പോഴേക്കും നമ്മുടെ എനിക്ക് പറഞ്ഞിട്ട് ഇത് എന്തൊരു കഷ്ടമാണ്, പിറന്നാളായതുകൊണ്ട് നല്ല ചിയേഴ്സൊക്കെ അടിക്കാമെന്ന് വെച്ചിട്ട് ഇരിക്കുകയായിരുന്നു, അതങ്ങോട്ട് കുളമാക്കിയെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയണ്ടോ, ഒന്നും കുളമായിട്ടില്ല, എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങളുടെ വിവാഹശേഷമുള്ള ആദ്യ പിറന്നാളാണ്, അത് അടിച്ചു പൊളിക്കുമെന്ന് പറയുമ്പോഴേക്കും മനോരം പറയണ്ട, എങ്കിൽ നിനക്ക് കിട്ടിക്കോളും അവൻ്റെ കയ്യിൽ നിന്ന്. അഞ്ജലി മോളെ നീ ആയിട്ടൊന്നും പറയണ്ട, കീറസാരിക്കാരി എന്തെങ്കിലും ചെയ്തോട്ടെ, അശ്വിൻ കുഞ്ഞൻ വരുമ്പോഴേക്കും അവൾക്ക് വയറ് നിറച്ച് കിട്ടിക്കോളും എന്ന് പറയാണ്. ശ്രുതി വേണ്ട കേട്ടോ, അവൻ വെറുതെ നിന്നിട്ട് വഴക്കുണ്ടാക്കും. ചേച്ചി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നാളെ പിറന്നാൾ ആഘോഷിക്കും എന്ന് ശ്രുതി ഉറപ്പിച്ച് പറയാട്ടോ. അങ്ങനെ നമ്മുടെ അശ്വിൻ അണ്ണൻ്റെ ആ സമയത്ത് അവിടേക്ക് വരുന്നുണ്ട്. എന്താ എല്ലാവരും കൂടി ഗൂഢാലോചന എന്ന് പറയാണ്. ഒന്നുമില്ല. അതിനുശേഷം ശ്രുതിൻ്റെ അടുത്ത് ശ്രുതി ഇങ്ങോട്ട് വന്നേ എന്ന് പറയാണ്. ശ്രുതി അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. സത്യം പറ, എൻ്റെ നാളെൻ്റെ പിറന്നാളാണ്, അതിൻ്റെ ഗൂഢാലോചന വലുതുമാണോ അവിടെ നടക്കുന്നത്? അതെ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി ഞാൻ നിന്റെ മര്യാദക്ക് പറയാണ്, വേണ്ട ശ്രുതി എൻ്റെ പിറന്നാൾ ആഘോഷിക്കേണ്ട, എനിക്കത് താല്പര്യമില്ല. എന്താ അശ്വിൻ സാർ ഇങ്ങനെ? അശ്വിൻ സാർ എന്താ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും ഞാൻ കാര്യത്തിൽ പറയണേ, എനിക്ക് എൻ്റെ പിറന്നാൾ ആഘോഷിക്കുന്നത് ഇഷ്ടമല്ല, അത് വേണ്ട ശ്രുതി എന്ന് പറയാണ്. സാർ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നാളെ പിറന്നാൾ ആഘോഷിക്കും. വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട, ഞാൻ പറഞ്ഞാൽ നീ അനുസരിക്കില്ല. പിറന്നാൾ ആഘോഷിക്കേണ്ട, ഗിഫ്റ്റ് തരണ്ട, കേക്ക് കട്ട് ചെയ്യേണ്ട, ഒന്നും വേണ്ട, എനിക്കതൊന്നും ഇഷ്ടമല്ലെന്ന് പറയാണ്. അപ്പോൾ ശ്രുതി പറയണ്ട, എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് പോവാണ്. ശേഷം ശ്രുതി ഒരു സ്വീറ്റ് കടയെ വിളിച്ചിട്ട് ഓർഡറൊക്കെ ഇങ്ങനെ കൊടുക്കുക കേട്ടോ. അതെ ആ സ്വീറ്റ്സ് എടുത്തോ. ലഡു ഒന്നും വേണ്ട, വേണമെങ്കിൽ ലഡു ഞാൻ നാളെ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം. ജിലേബിയോ? അത് വേണമെങ്കിൽ നിങ്ങൾക്ക് തന്നു വിടാന്നേ. അതിൻ്റെ ഫോൺ കട്ടിയുമ്പോഴേക്കും അശ്വിൻ ചോദിക്കുന്നുണ്ട്, ശ്രുതി നീ എന്തിനാ ഇപ്പോൾ സ്വീറ്റ്സിൻ്റെ ഒക്കെ ഓർഡർ എടുക്കുന്നത്? നാളെ നിനക്ക് പിറന്നാൾ ആഘോഷിക്കാൻ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ അതൊക്കെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞേക്ക് ശ്രുതി, അതൊക്കെ വെറുതെയാണ് എന്ന് പറയണം. ശേഷം ശ്രുതിയുടെ ഫോൺ അലാറം അടിക്കുക കേട്ടോ. അശ്വിൻ ചോദിക്കണ്ടേ, എന്താ ശ്രുതി നിൻ്റെ ഫോണിൽ അലാറം അടിക്കണത്? എന്തിനാ നീ ഇപ്പോൾ ഈ സമയത്ത് അലാറം വെച്ചേക്കണത്? എന്തെങ്കിലും പിറന്നാളിന് എന്തെങ്കിലും പ്ലാൻ ചെയ്യാനുള്ള അലാറം ആണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ശ്രുതി അതൊന്നുമല്ല, അതെന്താണെന്ന് എനിക്ക് അറിയില്ലെന്ന് പറഞ്ഞിട്ട് അലാറം കട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് പോകാട്ടോ. ശേഷം അശ്വിൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രുതി ഇങ്ങനെ അവിടെ പാത്തു പമ്മി ഇരിക്കുകയാണ്. എന്താ ശ്രുതി എന്താ കാര്യം ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ശ്രുതി അലമാര തുറക്കുകയാണ്. അവിടെ നിന്ന് അശ്വിൻ്റെ പുതിയൊരു കോട്ട് അവിടെ നിന്ന് എടുക്കുന്നുണ്ട്.
അശ്വിൻ ചോദിക്കണ്ട ശ്രുതി നീ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കണം, നീ ഉദ്ദേശിക്കണം എനിക്ക് എന്താണെന്ന് മനസ്സിലായി, ആ കോട്ട് അവിടെ വെക്കുക എന്ന് പറയാണ്. അത് വേറൊന്നുമല്ല, ഈ കോട്ടിൽ കുറച്ച് ചെളിയുണ്ട്, അത് അലക്കാൻ വേണ്ടി കൊണ്ടുപോവാ ശ്രുതി, അതെൻ്റെ പുതിയ കോട്ടാണ്, ഞാൻ ഇട്ടിട്ട് പോലുമില്ല. ഇടാത്ത കോട്ടാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്, ഇടാത്ത കോട്ടുണ്ടല്ലോ അത് നമ്മൾ നേരത്തെ അലക്കി വെക്കുകയാണെങ്കിൽ പിന്നെ ചെളി വരില്ലല്ലോ, നീ എന്തൊക്കെ ശ്രുതി പറയണത്, മര്യാദക്ക് ആ കോട്ട് അവിടെ വെക്കുക എന്ന് പറയാണ്. അങ്ങനെ ശ്രുതി ആ കോട്ട് അവിടെ വെക്കുകയാണ്. ശേഷം അവിടെ നിന്ന് അങ്ങോട്ട് പോകുകയാണ്. അതിൻ്റെ അളവെടുക്കാമെന്ന് വിചാരിച്ചായിരുന്നു, അത് നടന്നില്ലല്ലോ, ഇനിയിപ്പോൾ എങ്ങനെയാണ് അളവെടുക്കുക എന്നിങ്ങനെ വിചാരിച്ചിട്ട് ശ്രുതി ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും അശ്വിൻ അടുത്തേക്ക് വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ശ്രുതി അശ്വിൻ്റെ നെഞ്ചിലേക്ക് ഇങ്ങനെ ചായന് വീഴുവാണ്. ഹോ, നിങ്ങളെ കാണാൻ എന്തൊരു ഭംഗിയാണ് മനുഷ്യ, ഹോ ഹിന്ദി സിനിമാ നടൻ സൽമാൻ ഖാനെ പോലെയുണ്ട്, അദ്ദേഹത്തിനേക്കാളും കൊള്ളാം നിങ്ങളെ കാണാനായിട്ട്, ആ മസിലൊക്കെ നോക്കിക്കേ, നിങ്ങളുടെ നെഞ്ച് കണ്ടാലുണ്ടല്ലോ അതിൽ തല ചായച്ച് ഇങ്ങനെ ഉറങ്ങാൻ തോന്നും എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ അശ്വിൻ്റെ കൈകളിലൊക്കെ ഇങ്ങനെ തലോടും കേട്ടോ. അപ്പോൾ അശ്വിൻ ആ ഒരു സുഖത്തിൽ ഇങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അശ്വിൻ്റെ അടുത്ത് പറയുന്നുണ്ട് നിങ്ങൾ കണ്ണടയ്ക്കെന്ന് പറയണം. അങ്ങനെ അശ്വിൻ കണ്ണടയ്ക്കുന്നുണ്ട്. ശേഷം ശ്രുതി ഓരോന്നും ഇങ്ങനെ വിവരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ മൂക്കുണ്ടല്ലോ എന്ത് ഭംഗിയാണ്, ഏറ്റവും ആകർഷകം നിങ്ങളുടെ കണ്ണാണ്, നിങ്ങളുടെ തലമുടി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിലൊക്കെ ഇങ്ങനെ മയങ്ങിയിരിക്കുക കേട്ടോ അശ്വിൻ. ആ സമയത്ത് ശ്രുതി അലമാരെന്ന് അളക്കുന്ന ടേപ്പ് എടുക്കുകയാണ്. ശേഷം അശ്വിൻ്റെ കോളയുടെ അളവ്, കയ്യിൻ്റെ അളവ്, കാലിൻ്റെ അളവ്, അതുപോലെ തന്നെ നെഞ്ചിൻ്റെ അളവ് ഒക്കെ എടുക്കുന്നുണ്ട്. കാരണം ഒരു പുതിയ ഡ്രസ്സ് തയ്പ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പെട്ടെന്ന് തന്നെ ശ്രുതി അശ്വിൻ കണ്ണു തന്നു ചോദിക്കണം നീ എന്താ ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ അപ്പം തന്നെ പെട്ടെന്ന് ശ്രുതി ആ അളവ് ടേപ്പ് കയ്യിൽ ഇങ്ങനെ മടക്കി പിടിക്കായിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. പക്ഷെ അത് അശ്വിനെ മനസ്സിലായില്ല കേട്ടോ. അങ്ങനെ ശ്രുതി ഇങ്ങനെ പോകുമ്പോഴേക്കും അശ്വിൻ ഇങ്ങനെ ചിരിക്കുക കേട്ടോ. അങ്ങനെ അശ്വിൻ രാവിലെ ഇങ്ങനെ എഴുന്നേൽക്കുമ്പോഴേക്കും മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ് ഇന്നെൻ്റെ പിറന്നാളാണ്, ശ്രുതിയുടെ അടുത്ത് പിറന്നാൾ ആഘോഷിക്കേണ്ടെന്ന് പറഞ്ഞെങ്കിലും അവൾ എന്തെങ്കിലുമൊക്കെ ഒരു സർപ്രൈസ് തരാതിരിക്കില്ല. അവൾ വരും, പിറന്നാളിന് വിഷ് തരും, ചിലപ്പോൾ ഒരു ഉമ്മയും തരും, ചിലപ്പോൾ ഗിഫ്റ്റ് തരും, എന്തായാലും കാത്തിരിക്കാം എന്ന് പറഞ്ഞിട്ട് അശ്വിൻ അവിടെ അങ്ങനെ കിടക്കാണ്. ശ്രുതി വരുന്നുണ്ട്. ഹലോ അശ്വിൻ സാർ, ഗുഡ് മോർണിംഗ് എന്ന് പറയാണ്. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് ശ്രുതിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. എന്താ സർ എന്ന് ഇങ്ങനെ ശ്രുതി ചോദിക്കുമ്പോഴേക്കും അശ്വിൻ മനസ്സിൽ വിചാരിക്കുകയാണ് ഇവളെന്താ എന്നെ വിഷ് ചെയ്യാത്തതെന്ന് വിചാരിക്കുകയാണ്. സർ എഴുന്നേക്ക് എന്ന് പറയുന്നുണ്ട്. ശേഷം ശ്രുതി വേഗം തന്നെ അലമാരുന്നൊരു ബോക്സ് എടുക്കുക കേട്ടോ. അശ്വിൻ ഇങ്ങനെ നാണത്തോടെ നിൽക്കുകയാണ്. ഈശ്വര ബോക്സ് എടുത്തിട്ടുണ്ട്, അതെൻ്റെ പിറന്നാൾ സമ്മാനം തന്നെയാണ്, ഉറപ്പാ എന്നൊക്കെ അശ്വിൻ ഇങ്ങനെ വിചാരിക്കുമ്പോൾ ശ്രുതി അങ്ങനെ ബോക്സിൽ നിന്ന് തുറന്നെടുക്കുന്നത് ശ്രുതിയുടെ വളകളാട്ടോ. ശ്രുതിയുടെ വളകൾ ഇട്ട് വെച്ചിങ്ങനെ ബോക്സാണത്. അയ്യോ ഇതിൽ ഫുള്ളും അവളുടെ വളകളാണല്ലോ. കുഴപ്പമില്ല, ചിലപ്പോൾ കുളിച്ച് റെഡിയാവാൻ വേണ്ടി ഇരിക്കായിരിക്കും. ഇന്ന് ഇവൾ അമ്പലത്തിലൊന്നും പോയില്ല എൻ്റെ പിറന്നാളായിട്ട്. കുഴപ്പമില്ല, കുളിച്ച് റെഡിയായിട്ട് വരുമ്പോഴേക്കും അവൾ എന്തെങ്കിലുമൊക്കെ സർപ്രൈസ് തരാതിരിക്കില്ല എന്ന് പറഞ്ഞിട്ട് അശ്വിൻ കുളിക്കാൻ വേണ്ടി പോവുകയാണ്. ആ സമയത്ത് ശ്രുതി അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നുണ്ട്. എന്താണ് രാവിലെ തന്നെ ഇവളെന്നെ വിഷ് ചെയ്യാത്തത്, ഇനി ഇവളെ മറന്നുപോയോ? ഒരിക്കലുമില്ല, ഇന്നലെ രാത്രി വരെ അവൾ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നതല്ലേ, പിന്നെ ഇതെന്ത് സംഭവിച്ചു എന്നൊക്കെ അശ്വിൻ ആലോചിക്കുകയാണ്. അങ്ങനെ കുളി കഴിഞ്ഞിട്ട് അശ്വിൻ വരുമ്പോഴേക്കും ശ്രുതി എടുത്ത് ചോദിക്കേണ്ടത് ഇന്നെന്താ ചോദിക്കുമ്പോഴേക്കും പിന്നെന്താ, പിന്നൊന്നുമില്ല, വാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാതിരിക്കില്ല എന്ന് അശ്വിൻ വിചാരിച്ചിട്ട് ഡൈനിങ് ടേബിളിൻ്റെ ഫ്രണ്ടിൽ പോയിരിക്കുമ്പോൾ അവിടെ ബ്രെഡ് റോസ്റ്റും ഓംലേറ്റും മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതെന്താ ബ്രെഡ് റോസ്റ്റും ഓംലേറ്റും, വേറെ ഒന്നുമില്ലേ? ഇത് നല്ല ഹെൽത്തി ഫുഡാണ് സർ, സർ കഴിക്കേ, ഇതൊക്കെ തന്നെ ധാരാളമല്ലേ സർ എന്ന് പറയുകയാണ്. അങ്ങനെ അശ്വിൻ ഒരു ബ്രെഡും ഒരു ഓംലേറ്റും കഴിച്ചിട്ട് മതി എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോവുകയാണ്. അശ്വിനാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ പിറന്നാൾ ആഘോഷിക്കേണ്ടത് പറഞ്ഞിട്ട് അവൾ പിറന്നാൾ ആഘോഷിക്കാതിരിക്കുകയാണോ, ഇവളെന്താ ഇങ്ങനെ എന്നൊക്കെ വെച്ചാൽ അശ്വിന് ചെറിയ ദേഷ്യമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ഭാഗ്യം ഞാനിപ്പോൾ പറയുന്നുള്ളൂ. ബാക്കി ബർത്ത്ഡേ വിശേഷം അടുത്ത റിവ്യൂ ആയിട്ട് പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.